السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه قدر القدار العظيم. أما بعد، بسم الله الرحمن الرحيم. والذين آمنوا أشد حبا لله. صدق الله المولانا العظيم. الحج مبرور ليس له جزاء إلى الجنة. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിൽ ഇവിടെ എന്ത് ക്ലേശം സാരമില്ല. നിന്നിലെ ജനമൊക്കെയും തൃണവൽക്കരിച്ചാൽ തന്നെയും മനം നൊന്തിടേണ്ട തിബുറു തന്ന. പിന്നെയും ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. മരണം നിനക്കില്ലാത്തതിൽ കഴിയുന്നത് മനസ്സെപ്പോഴും സന്തോഷമാൽ നീങ്ങുന്നതാ. ധരിക്കാന്തിൽ കൊടുക്കുന്ന തുണിയും സുന്ദുസ. അൽഹംദുലില്ലാ, ജീവിതം എന്തന്തസ. കുടിക്കുന്ന ജലമിൽ ചേർത്തിടും കാപ്പൂറ. കലറാത്ത തേനൊലിക്കുന്നതാണ് ഹറ. സയ്യിദുനാ മൗലാനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മോമിനുകളെ, മോമിനാത്തുകളെ, ഹജ്ജ് പോയ മനുഷ്യന്മാർ ഹജ്ജ് കബൂലായവരുടെ ലക്ഷണ മഹാനായ നവൈമാം ചെന്നതെല്ലാം കേട്ടാറ്. ഹജ്ജിಗೆ ഉംറത്തുകാർ പോയിട്ടെങ്കിലും എപ്പോൾ പോയിട്ടെങ്കിലും കഷ്ടമില്ലാണ്ട് ഹജ്ജ് ചെയ്യുക ഉംറ ചെയ്യുക ആർക്കും സാധ്യമില്ല. കഷ്ടത്തെ മേൽ കഷ്ട. ആ പെട്ട കഷ്ടത്തെല്ലാം ഇവിടെ വന്ന് ഭയാനാക്കൊതിര ഭാരി എത്രയോ മനുഷ്യന്മാർ കാണാം. അവിടെ പെട്ട കഷ്ടത്തെല്ലാം ബാക്കിയുള്ള മനുഷ്യന്മാർ ചെന്നിട്ട് അങ്ങനെ ഹജ്ജിനെ ഫസാദാക്കടാ ചെന്ന് അങ്ങനെ ഹജ്ജിക്ക് കൂലില്ലാണ്ടാക്കട. അതുകൊണ്ട് അവിടെ പെട്ട കഷ്ടം ഒന്നും എന്താക്കൊത്തിര ആർട്ടും ചെല്ലണ്ട. എന്തി ചെല്ലണ്ട എന്നും ചെല്ലണ്ട. അള്ളാഹു കായിട്ടല്ലേ സഹിച്ചോ. അള്ളാഹു കായിട്ട് സഹിച്ചത് കൊണ്ട് അള്ളാഹു ധാരാളം കൂലിലൊക്കെ ജനം ആരെ കഷ്ട അള്ളാഹോട് ഭയങ്കര ഇഷ്ട. ആ കഷ്ടമായ പോലുമേ അങ്ങ് മുട്ട ഉള്ളങ്ങ് അല്ലോട്ട്. അതുകൊണ്ട് അങ്ങനെ ആരും ദൂരാണ്ട് അവിടെ ആയ കഷ്ടത്തെല്ലാം എല്ലാവരും ചെല്ലാണ്ട. ആ നിലക്കത്തിൻ്റെ ഫുള്ള് മൗന. അത് ആ വിഷയം എങ്ങനെ ഹജ്ജ് പോയിട്ട് അങ്ങനെ ഇത് അൽഹംദുലില്ലാ നിങ്ങൾ അത് സ്വീകരിക്കൂ, ദുആർക്കുറു എന്ന് എല്ലാവരും ചെല്ല പഠിക്കണം. എനിക്ക് സ്വർഗ സുലഭത്തിൽ കിട്ടില്ല, കഷ്ടപ്പെട്ടെങ്കിൽ സ്വർഗമല്ലോ. ഇവിടെ ഭയങ്കര സ്വർഗത്തിൽ ഇവിടെ എത്ര കഷ്ടപ്പെടുത്തെങ്കിലും ആ സ്വർഗം കിട്ടിയിട്ടെങ്കാലും കിട്ടിപ്പോയിട്ടെങ്കിൽ അതെല്ലാം പുല്ല് വില. കാരണം അവിടെ കിട്ടുന്നല്ല നിഅമത്തും റഹ്മത്തും ബറക്കത്തെല്ലാം ഒരുപാട് സ്വർഗത്തെ ശാശ്വതമാക്കിയിട്ടെങ്കിൽ അവിടെ ഇവിടെ മനുഷ്യന്മാരുടെ വിലയില്ലാത്തവണെങ്കിലും ആ ആഖിറിൽ അവിടെ കോട്യാധിപതി. അതുകൊണ്ട് മനസ്സെപ്പോലും എന്തെങ്കിലും മനസ്സെപ്പോലും സന്തോഷിക്കൊണ്ടിട്ടെങ്കിൽ ഒരൊറ്റ കഷ്ടം ചെല്ലത്തീര. പിന്നെ അമീരന്മാരെ ദുറങ്ങുള്ളാറ് അമീരന്മാർ ഉംറത്ത് അമീറാവട്ടെ ഹജ്ജിറ അമീറാവട്ടെ അങ്ങനെ ആരും നൊമ്പലാക്കോത്തീര. അങ്ങനെ നൊമ്പലാക്കില്ലെങ്കിൽ നിങ്ങൾ ഹജ്ജ് സ്വീകാരയോഗ്യമായിരുന്ന അലാമത്ത് ഇല്ല. അല്ല നീ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ന്യൂന്യത അങ്ങനെ തപ്പ് വന്നിട്ട് അങ്ങനെ എത്ര ഉറുപ്പെടുത്തോണ്ടാറ് എടുത്തിട്ട് അത് തക്കതായതാക്കിയിട്ടില്ലാണ്ടിനെ അങ്ങോട്ട് എല്ലാം സീക്രട്ടായിട്ട് ഗുഡായിട്ട് എല്ലാം അങ്ങോട്ട് ചെല്ല. ഇങ്ങനെ ഇന്ന് ആർക്കും ആക്കണ്ട നിങ്ങൾ പബ്ലിക്കലല്ല. അങ്ങനെ നിസ്സാരാവാത്ത പോലെ അങ്ങെല്ലാം മനതട്ടാക്കുക. ആ നിലക്ക് മനതട്ടാക്കിയിട്ട് നിങ്ങൾ ഹജ്ജിനെല്ലാം സ്വീകരിച്ചില്ല എന്ന അലാമത്ത്. അല്ല പബ്ലിക്കിൽ അങ്ങനെ നിങ്ങൾ ഇൻസൾട്ട് ആക്കടാറ്, പബ്ലിക്കിൽ അങ്ങനെ നൊമ്പലാക്കടാറ്. ഏത് നേതൃത്വ വഹിച്ച് വന്നിരിക്കലോ ഉസ്താദ് അല്ലെങ്കിൽ അതിൻ്റെ ഓണർ അങ്ങനെ ഭയങ്കര നിങ്ങൾ നിസ്സാറാക്കിയിട്ട് അങ്ങനെ ഭയങ്കര നിങ്ങൾ ഇൻസൾട്ടാക്കണ മനുഷ്യന്മാർ നടന്നു. എന്തെങ്കിലും നിങ്ങൾ ഹജ്ജ് അല്ല സ്വീകരിച്ചിട്ടില്ല എന്ന അലാമത്ത്. അതുകൊണ്ട് അതെല്ലാം സബൂർ ചെയ്യണ്ടല്ലേ. എല്ലാം സബൂർ ചെയ്യുമെങ്കിലേക്ക് ബറാബരി കൂലി. അൽ ഹജ്ജ് മബ്റൂറുൻ ലൈസ ലഹു ജസാഉൻ ഇലൽ ജന്ന. സ്വീകരിച്ച ഹജ്ജിക്ക് സ്വർഗ്ഗമല്ലാണ്ട് പ്രതിഫലം ഇല്ല. അതുകൊണ്ട് ഹജ്ജ് സ്വീകരിക്കുകയാണ്. സത്യം സ്വീകരിച്ച മനുഷ്യന്മാർക്ക് എന്തോ 400 ആൾക്ക് അങ്ങനെ കുടുംബക്കാർക്ക് ശുപാർശയുടെ കൈ ഉണ്ടോ, അങ്ങനത്തെ അർഹത ഉണ്ടാവും. എത്ര അങ്ങനെ കുടുംബക്കാരിൽ 400 ആൾക്ക് ശുപാർശ ഇംപ്ലുവൻസ് ആക്കണോ അർഹത ഉണ്ടാവും. ആർക്ക് സ്വീകാരയോഗ്യമായ ഹജ്ജ് ചെയ്യുന്നു. ആ സ്വീകാരമായി യോഗ്യമായ ഹജ്ജ് ചെയ്യുന്ന ലക്ഷണം ഇന്നലെ ചെന്നാൽ അതോടുകൂടി ആ അമീറിനെ അല്ലെങ്കിൽ അതൊരു ഓണറിനെ നിസ്സാറാക്കാണ്ട് ആ ബഗിൽ എന്താക്കണം എന്ത് ചെല്ലുണ്ടെങ്കിൽ
നമുക്ക് മാത്രം വ്യക്തിക്ക് ചെന്നിട്ട് അകല സമയത്ത് നിസ്സാറാക്കാണ്ട ഇന്നെങ്കിൽ എന്താണ് സ്വർഗ്ഗം കിട്ടും. സ്വർഗ്ഗം സുലഭത്ത് കിട്ടുന്നതല്ല, സ്വർഗ്ഗം പെർമനൻ്റ് അവിടെ ഒന്നുണ്ട് ഒന്നില്ല, ജനിച്ചതെല്ലാം ഉണ്ട്. ഒരു കാതും കേൾക്കാത്തത്, ഒരു കണ്ണും കാണാത്തത്, ഒരു കൽബും ഊഹിക്കോ സാധ്യമില്ലാത്ത എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം ഉള്ള പക്കമേ സ്വർഗ്ഗം. അപ്പോൾ സ്വർഗ്ഗം കിട്ടണമെങ്കിൽ മഹാനായ പരിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനല്ലോ മഹാനായ ഇസ്മായിൽ അൽ-ഹഖി റളിയല്ലാഹു അൻഹു ചൊല്ലി എന്താക്കണം സ്വർഗ്ഗ കിട്ടണമെങ്കിൽ 5 കാര്യം നിങ്ങളിക്കണം, അത് റൂಢിയാക്കണം. ഒന്നും ಬೆಡಕು ಬರಾತ പോലെ ഭയങ്കര ജാഗ്രത ആക്കണം. എന്തെങ്കിൽ ഹറാമായ സ്വര ಬರಾತ പോലെ തടി ചെന്ന പോലെ കേൾക്കാണ്ട് ഭയങ്കര ജാഗ്രത ആക്കണം. ഒന്ന്. രണ്ടാമത് എന്തിനോ ദുനിയാവിൽ എന്തൊരു കെടുത്ത് അതുകൊണ്ട് തൃപ്തിയോടെ അൽഹംദുലില്ലാഹ്, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ടു അൽഹംദുലില്ലാഹ്, ഇന്നും വേണു അത് വേണു ഇത് വേണു എന്നുള്ള ആശയ്ക്കോത്തിന കിട്ടിയത് കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് തൃപ്തിപ്പെട്ടു. രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തെ ലക്ഷണ ഇബാത്ത് കൊണ്ട് ഭയങ്കര മുൻഗണന ചെന്നെങ്കിൽ ഇബാത്ത് ഇപ്പോൾ ബറാബർ ധാരാളം യാറാക്കണോ. യാറായിട്ടുണ്ടു ചെന്നെങ്കിൽ എന്തോ ഞങ്ങൾ സ്വർഗത്ത് കൊണ്ട് അലാമത്ത് ഇബാത്ത് കൊണ്ട് ഞങ്ങൾ എന്താവണം ദോഷമെല്ലാം മാഫാവണം. സ്വർഗ കിട്ടുകൊള്ളോ മധ്യവർത്തി ആവണം. അതുകൊണ്ട് ധാരാളം ഇബാത്തിற்கு ഇതെല്ലാം ആർക്കാവണം അള്ളാഹുക്കായിട്ടാവണം, അള്ളാഹിൻ്റെ റസൂൽ സന്തോഷാവണം. ആദ്യക്കൊള്ള ഇബാത്താവണം. പിന്നെ സ്വാലിഹീങ്ങൾ പിരിസവിക്കണം കാണും എല്ലാം ഏതെല്ലാം സ്വാലിഹീങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ സജ്ജനർ അങ്ങനെ പിരിസവിക്കണോ. നല്ല വിഷയിച്ചാൽ മനുഷ്യന്മാരോട്ട് ചങ്ങായപ്പെടാക്കണോ. അതെല്ലാം എന്താവണു ഞങ്ങളെ ദോഷമെല്ലാം മാഫായിട്ട് അങ്ങോട്ട് നാലാഹൃത്തിലെ ശുപാർശ ആക്കിടാറ്. ആറ് സ്വാലിഹീങ്ങൾ എന്താക്കണാറ് ശുപാർശ ആക്കിടാറ്. അങ്ങനെ ബച്ചാക്കോക്ക് ചെല്ലാറല്ലോ പഠിച്ചവനെ കൊത്തില്ലാണ്ട ടൈമിനെ വിട്ടാറ് ഹലാക്കാക്കി നിങ്ങളല്ല എങ്ങനെയെങ്കിലും സ്വർഗത്ത് പോകണമെങ്കിൽ മഹാന്മാരെ ശുപാർശ അത്യഗത്യ. അതുകൊണ്ട് 4ാമത്തെ കാര്യം അങ്ങനെ. 5ാമത്തെ കാര്യം ദുആ ഇൻഷാ അല്ലാഹ് ധാരാളമാക്കണം. ദുആ എത്ര തീർത്തത്ര ദുആർക്കണം. എല്ലാവർക്കും ദുആർക്കണം. ഞങ്ങൾക്ക് വേണമാതിക്കല്ല എല്ലാത്തും എന്താക്കണം ദുആർക്കണം. എന്തിനോ പ്രധാന വിഷയം എന്തിനോ പഠിച്ചവനെ ഞങ്ങളെ ഒന്ന് ആഖിബത്ത് നന്നായിട്ട് അവസാനം പഠിച്ചവനെ പൊട്ടാക്കട്ടെ. ഹുസനുൽ ഖാത്തിമ ആവുക ദ്വാരക്കണം. സൂൽ ഖാത്തിമ ആവണ്ട. അവസാനം മനുഷ്യന്മാരെല്ലാവരും ടെൻഷൻ അതല്ലേ. എല്ലാവരും അവസാനം എന്താ അവിടെ എന്തെല്ലാവരും ടെൻഷൻ. തറയിഭാഗത്തെടുത്ത മനുഷ്യന്മാർ ടെൻഷൻ എന്ന് ഒരൊറ്റ ടെൻഷന് അവസാനം എന്താ അവിടെ ചൊല്ലാൻ അള്ളാഹുടെ പഠിച്ചവൻ. അതുകൊണ്ട് ഞങ്ങൾ അവസാനം ഹുസനുൽ ഖാത്തിമാക്കുക. അവസാനം ഞങ്ങൾ ആക്കിപ്പത്ത് നന്നായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെന്ന് മരിക്കുള്ള ഭാഗ്യം ഉണ്ടാക്കുക. എന്നുള്ള മഹാന്മാർ ധാരാളം മുൾപ്പെട്ട് ദ്വാർന്നാർ. എന്തുകൊണ്ട് അങ്ങ് ബുദ്ധിൻ്റെ മനുഷ്യന്മാർ അങ്ങനെ തടിനെ അങ്ങ് ഗലീജാക്കില്ല. തടിനെ ഗലീജാക്കണം ചെന്നിന്തോ എല്ലാ ബെടക്കത്തരാക്കണം ചെന്നി അതിനകത്ത് തടിനെ പൂർണ്ണമായതിലേക്ക് ഗലീജാക്കണം. അതുകൊണ്ട് അതാക്കട്ടെ ആത്മോന്നതി ആത്മത്തെ നല്ല മൂർച്ച നല്ല വെളിച്ചം ഉണ്ടാക്കിയാറ്. അങ്ങ് ആ വിഷയം അങ്ങനെ ടോട്ടൽ വിഷയം എന്തോ ആഹിറ ഉഹ്റവിയ നിലക്ക് അങ്ങ് ഇവിടെ ജീവിച്ചാറ്. ഉഹ്റവി ആഹ്റ ഹൈറാവുള്ള നിലക്ക് അങ്ങ് ജീവിച്ചാറ്. ആ നിലക്ക് ജീവിച്ചിട്ട് അവസാനം ആക്കിബത്ത് നന്നായിട്ടില്ല ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള മരിക്കുള്ള എല്ലാ ഭാഗ്യം ഉണ്ടാക്കിയാറ്. അതുകൊണ്ട് ആ ഭാഗ്യ ഇൻഷാ അല്ലാഹ് ഹജ്ജ് ചെയ്യുന്ന മനുഷ്യന്മാരടക്കം എല്ലാവരും ഉണ്ടാക്കുക. നിങ്ങളെല്ലാ പ്രവർത്തനം നീ സ്വീകരിക്കുക റഹ്മാനെ. നിങ്ങളെല്ലാവരും പഠിച്ചവനെ സർവ്വദോഷം നീ മാഫാക്കുക. നിങ്ങളെല്ലാം ഖൈർ റഹൽകാർ കൂട്ടിലാക്കുക. ഇസ്സത്ത് റഹൽകാർ കൂട്ടിലാക്കുക. ഈമാൻ ആരാക്കി തന്നുകൊണ്ടിരിക്കുക. ബിദഅത്തുകാരെ ഞങ്ങളെ കുടുംബക്കാരെല്ലാം കാത്തുരക്ഷിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അഖീദ പ്രകാരം ജീവിക്കും മരിക്കും. സുന്നിയായി ജീവിക്കും, സുന്നിയായി മരിക്കും. നിങ്ങളെല്ലാവർക്കും ഭാഗ്യം ഉണ്ടാക്കുക. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.